കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണറോട് നിലപാട് കടുപ്പിക്കുകയാണ് CPI. പാർട്ടി ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടുമായിരുന്നു ഈ പ്രതിഷേധം. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൃക്ഷത്തൈ നട്ടു. ഒരു ഗവർണർക്ക് വലുത് മറ്റൊന്നുമല്ല ഭരണഘടനയായിരിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് വലുത് ഭരണഘടനയാണോ അതോ RSS ആണോ? ഭരണഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പിടിവാശിയിൽ നിന്ന് മാറേണ്ടി വരും. അതല്ല അദ്ദേഹത്തിന് വലുത് RSS ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞതൊക്കെ വീണ്ടും പറയാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യക്കും ജനകീയ ഐക്യത്തിനും സർവോപരി മതേതര മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും ഉചിതമല്ല എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ്. ഭാരതാംബ വിവാദത്തിൽ CPIM-നും CPI-ക്കും ഒരേ നിലപാടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. എന്നാലും രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതിനാൽ പരിപാടി ഉപേക്ഷിക്കുന്നുവെന്ന് അറിയിച്ച് മന്ത്രി P. പ്രസാദിന്റെ ഓഫീസ് രാജ്ഭവന് നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഭാരതാംബ വിവാദം അതിൽ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്നു CPI. ഒപ്പം തന്നെ CPIM-ഉം അതേ നിലപാടാണെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഗവർണർ പോര് അത് കടുപ്പിച്ച് തന്നെയാണ്, അത് കടുത്ത് തന്നെ നിൽക്കുന്നു. ഇതിനോടകം രാജ്ഭവൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പരിപാടികളിലൊക്കെ തന്നെ ഈ ഭാരതാംബയെ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് ഈ പുതിയ വിഷയം ചർച്ചയാകുന്നത്? അതിലെന്താണ് സർക്കാർ നിലപാടും? ഒപ്പം ഗവർണർ എന്തു പറയുന്നു? പ്രജിൻ, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശം മന്ത്രി P. പ്രസാദ് നിരാകരിച്ചതാണ് ഇപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനം. വിവാദം ആരംഭിച്ചേതാണ്ട് 3-ാം ദിവസവും അത് ശമനമില്ലാതെ മുന്നോട്ട് പോകുന്നു. CPI ആകട്ടെ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗവർണർ രാജ്ഭവനെ സംഘപരിവാറിൻ്റെ കൂടാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായാണ് CPI മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തൈ നടത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടാണുള്ളത്. നേരത്തെ CPIM-ന് CPI-യുടെ അത്ര കർശന സമീപനമില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾ തള്ളിക്കൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് രംഗത്ത് വന്നു. രാജ്ഭവന് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് കൃഷിമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് ഇന്ന് 24 പുറത്തുവിട്ടിരുന്നു. ഈ കത്തിൽ മന്ത്രിയുടെ ഓഫീസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാർ പിന്തുടരുന്ന നടപടിക്രമങ്ങളുടെയും മറ്റും കൃത്യമായ ലംഘനമാണ് ഈ മിനിറ്റ്സിൽ വരുത്തിയ മാറ്റം. മിനിറ്റ്സിൽ ആദ്യം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നില്ല. രണ്ടാമത് അയച്ചു കൊടുത്ത മിനിറ്റ്സിലാണ് ഇത്തരത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിബന്ധന വന്നത്. ഈ കാര്യം ഇത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവന് കത്തയച്ചത്. രാജ്ഭവൻ ഇതുവരെ ഈ വിവാദങ്ങൾ പിന്നീട് പ്രതികരിച്ചിട്ടില്ല. തുടർന്നും രാജ്ഭവനിലെ പരിപാടികളിൽ ഈ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഗവർണറുടെ നിലപാട് എന്താണെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശ്രീജിത്താണ് എന്താണ് യഥാർത്ഥത്തിൽ ആ വിവാദം നിലവിൽ എങ്ങനെയാണ് സംസ്ഥാനത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം വ്യക്തമാക്കുകയായിരുന്നു.